പൂജ ബേക്കറി പൂജ ബേക്കറി പൂജ ബേക്കറി പൂജ ബേക്കറി. ബാംഗ്ലൂർ ഇന്നലെ വൈകുന്നേരം എത്തിയ മുതൽ ലഭിക്കുന്നവരുടെ പൂജ ബേക്കറി പൂജ ബേക്കറി പൂജ ബേക്കറി എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. വിചാരം ബാംഗ്ലൂർ ടൗൺ മറ്റേ മലപ്പുറത്ത് ടൗണിൽ നിലമ്പൂരിൽ അപ്പുറത്തപ്പുറത്ത് പോകുന്ന പോലെയാണ്. മിൽമയിൽ പോയിട്ട് അപ്പുറത്തേക്ക് പോകുന്ന പോലെയാണ് ഇവിടെ പൂജ ബേക്കറി പോകുന്ന കാര്യമാണ്. ഇത്രയും നേരം തലവേദന എന്നൊക്കെ പറഞ്ഞ് നടന്ന ആളാണ് തുള്ളിച്ചാടി വരുന്നത്. വിശന്നിട്ടായിരുന്നല്ലേ? ഹലോ, അപ്പോൾ നമ്മൾ ഇപ്പം നിലവിൽ ബാംഗ്ലൂരാണുള്ളത്. ബാംഗ്ലൂർ പ്രോപ്പർ ബാംഗ്ലൂർ അല്ല, ഹോസൂരിന് കഴിഞ്ഞ് കുറച്ചിപ്പുറത്ത്, അതായത് ഒരു ബോർഡർ ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ബാംഗ്ലൂർ ടൗണിലേക്ക് പോയി അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാനിലാണ്. ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എണീച്ചത്. സമയം 11 മണിയായി. 2 ദിവസമായിട്ട് വണ്ടി ഓട്ടം തന്നെ ആയതുകൊണ്ട് ഇന്ന് നമ്മൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി റെസ്റ്റൊക്കെ എടുത്ത് ഇന്ന് വണ്ടി എടുക്കുന്നില്ല. ഇന്ന് സി ബി കുട്ടൻ അവിടെ റെസ്റ്റാണ്. നമ്മൾ ബസ് മെട്രോ ഒക്കെ പിടിച്ചിട്ട് ബാംഗ്ലൂർക്ക് ഇറങ്ങാനുള്ള പ്ലാനാണ്. അപ്പോൾ നമുക്ക് ബാംഗ്ലൂർ വിശേഷങ്ങൾ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ വെൽക്കം ടു ആരോഗ്യ സ്റ്റോറീസ്. ബാംഗ്ലൂർ എത്തി എവിടെ പോകണം എങ്ങനെ പോകണം എന്നുള്ളതിനെ പറ്റി വലിയൊരു ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ താമസ സ്ഥലത്ത് നിന്ന് മെട്രോ എടുത്തിട്ട് ഞങ്ങൾ നേരെ പോയത് ലാൽബാഗിലേക്കാണ്. നമ്മൾ പോകുന്ന വഴിക്ക് 2-3 പ്രാവശ്യം ലാൽബാഗ് പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ലാൽബാഗിലേക്ക് പോകണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാനം കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തി വേണമെന്ന് പറയാൻ. അങ്ങനെ ലാൽബാഗ് പോയി ഇരുന്നിട്ട് നമുക്കിനി എവിടെ പോകണമെന്ന് ആലോചിക്കാമെന്നായി ഞങ്ങളുടെ തീരുമാനം. അങ്ങനെ അവിടെ ടിക്കറ്റ് എടുത്തിട്ട് നേരെ അങ്ങോട്ട് കയറി. 50 രൂപയായിട്ടോ ഇവിടെ ടിക്കറ്റ് നിരക്കുള്ളത്. കാര്യമായിട്ട് ലാൽബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പോയി കണ്ടിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയായിരിക്കും. ഒരു പാർക്കാണ്, ബയോളജിക്കൽ പാർക്കാണ്. കുറച്ചു നേരം അവിടെ ആൾക്കാരൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. നമ്മളും കുറച്ചു നേരം അവിടെ ഇങ്ങനെ ഇരുന്നു, അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമ്പം ബാംഗ്ലൂർ പോവുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ റീലിൽ കുറച്ചധികം വീഡിയോസിൽ കണ്ടിട്ടുള്ള ഒരു ബേക്കറിനെ പറ്റിയിട്ട് അമ്മൂട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പൂജ ബേക്കറി. അപ്പോൾ അതെവിടെയാണെന്നുള്ളതായി അടുത്ത ചിന്ത. വിചാരം ബാംഗ്ലൂർ ടൗൺ മറ്റേ മലപ്പുറത്ത് ടൗണിൽ നിലമ്പൂരിൽ അപ്പുറത്തപ്പുറത്ത് പോകുന്ന പോലെയാണ്. മിൽമയിൽ പോയിട്ട് അപ്പുറത്തേക്ക് പോകുന്ന പോലെയാണ് ഇവിടെ പൂജ ബേക്കറി പോകുന്ന കാര്യമാണ്. പൂജ ബേക്കറി പൂജ ബേക്കറി പൂജ ബേക്കറി പൂജ ബേക്കറി. അങ്ങനെ പറയരുത്. യൂട്യൂബിൽ റീലിൽ ഒരു പൂജ ബേക്കറി കണ്ടിട്ടുണ്ട്. ബാംഗ്ലൂർ ഇന്നലെ വൈകുന്നേരം എത്തിയ മുതൽ ലഭിക്കുന്നവരുടെ പൂജ ബേക്കറി പൂജ ബേക്കറി പൂജ ബേക്കറി എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിനി പൂജ ബേക്കറിക്കാണ് പോകുന്നത്. സംഭവം ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ പൂജ ബേക്കറി ഈ പരിസരത്ത് എവിടെയോ ആണെന്നാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു, ആ മുഖത്തത് വായിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഏതാണ്ട് 2 മണിക്കൂർ കറങ്ങി തിരിച്ചിട്ടാണ് ഞങ്ങൾ ഈ പൂജ ബേക്കറിയിൽ എത്തുന്നത്. അങ്ങനെ നമ്മൾ ലാൽബാഗിൽ നിന്ന് മെട്രോ എടുത്തിട്ട് നേരെ പൂജ ബേക്കറിക്ക് അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് പോയി അവിടുന്ന് നടന്ന് വീണ്ടും കുറേ ദൂരം നടന്ന് ഒരു ബസ് പിടിച്ച് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടാണ് പൂജ ബേക്കറി എന്ന സ്ഥലത്തേക്ക് എത്തുന്നത് കേട്ടോ. ഹലോ, എത്തിയ സ്ഥലം കിട്ടിയോ? എത്ര ദൂരമുണ്ട്? മണം അടിക്കുന്നുണ്ട്. 500 മീറ്ററൊക്കെ മണം അടിക്കും. അങ്ങനെ 2 മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂർ ടൗൺ മുഴുവൻ അരിച്ചു പെറുക്കി ഞങ്ങൾ പൂജ ബേക്കറി കണ്ടുപിടിച്ചിരിക്കുകയാണ്. നല്ല വിശപ്പോടു കൂടിയാണ് കയറി ചെല്ലുന്നത്. അപ്പോൾ അവിടുത്തെ കുറച്ചധികം ഐറ്റംസ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് വിശേഷങ്ങൾ പറയേണ്ട ആളെന്നെ പറയട്ടെ. ഈ പൂജ ബേക്കറി അറിയപ്പെടുന്നത് തന്നെ ഈ ബണ്ണിന്റെ പേരിലാണ്. ബണ്ണ് മാത്രമല്ല, അവിടെയുള്ള എല്ലാ ഐറ്റംസും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. 5-6 വെറൈറ്റി ഫ്ലേവേഴ്സിൽ ഇവിടെ നമുക്ക് ഈ ബണ്ണ് കിട്ടും. ചോക്ലേറ്റ്, വാനില, സ്ട്രോബെറി, ഡ്രാഗൺ ഫ്രൂട്ട്, ബ്ലൂബെറി എന്നിങ്ങനെ ഇവിടുത്തെ ഐറ്റംസിന്റെ ലിസ്റ്റ് നീണ്ടു കിടക്കുക. ഈ പൂജ ബേക്കറിന്റെ കാര്യം പറഞ്ഞ് എന്നെ കളിയാക്കിയ ആളാണ് ഇവിടെ എത്തിയപ്പോഴേക്ക് എന്നെ പോലും മൈൻഡ് ചെയ്യാണ്ട് ഓരോ സാധനങ്ങൾ കഴിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? അതും പോരാഞ്ഞിട്ട് എന്നെ കൊണ്ട് പാർസലും വാങ്ങിപ്പിച്ചു. ഇത്രയും നേരം തലവേദന എന്നൊക്കെ പറഞ്ഞ് നടന്ന ആളാണ് തുള്ളിച്ചാടി വരുന്നത്. വിശന്നിട്ടായിരുന്നല്ലേ? സംഭവം ഈ പറയുന്ന ബേക്കറി
പൂജ ബേക്കറി രാവിലെ പോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സംഭവം കുറച്ചുള്ളിലാണ്. അത് പറഞ്ഞ സ്ഥലം RT നഗർ എന്ന് പറഞ്ഞാണ് സ്ഥലത്തിന്റെ പേര് വരുന്നത്. RT നഗർ ഏതോ ഒരു പാർക്കിന്റെ അടുത്താണ് ഞങ്ങൾ ബസ് ഇറങ്ങിയത്. അങ്ങോട്ടുള്ള ബസ് ഏതാണെന്ന് ഒട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഒരു ക്രോസ് റോഡാണ്, ഒരു റെസിഡൻഷ്യൽ ഏരിയ അങ്ങനെ എന്തോ ആണ്. അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴുള്ള ക്രോസ് റോഡിന്റെ ഉള്ളിലാണ് ഈ ഒരു ബേക്കറി വരുന്നത്. പിന്നെ അപ്പുറത്തുനിന്ന് ഒരു കേക്ക് സെന്ററും കൂടിയുണ്ട്. ഒരു കേക്കിന്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ സെന്റർ കൂടിയുണ്ട്. അയ്യങ്കാർ കേക്ക് മാൻ പറയുന്നൊരു സെന്റർ കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ യൂട്യൂബിൽ കണ്ടിട്ടുള്ള ഫസ്റ്റത്തെ ലൊക്കേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അവിടുന്ന് കേക്ക് നമ്മൾ ബണ്ണ് കഴിച്ചു. ബണ്ണും സമോസയൊക്കെ പാർസൽ. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണം. അടുത്ത എങ്ങോട്ടാണ്? സൂപ്പർമാൻ. നമ്മൾ 1-2 ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ, അവരെ കാണാം. പിന്നെ നമ്മുടെ രാമേശ്വരം കഫേ നമുക്ക് കിട്ടുമെങ്കിൽ രാമേശ്വരം കഫേ അടുത്തടുത്താണ് കാണിക്കുന്നത്. ഒരു 12 കിലോമീറ്റർ ഒക്കെ നടക്കും. 12 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഒക്കെ കാണിക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും 1 മണിക്കൂർ കഴിയുന്നുണ്ട്. അപ്പൊ അപ്പോഴേക്കും മിക്കവാറും ഇനി വിശക്കും. അപ്പൊ രാമേശ്വരം കഫേന്ന് ഫുഡ് കഴിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്ന് അറിയില്ല. ഇവിടുത്തെ ആൾക്കാരോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പം അവരിങ്ങോട്ട് മലയാളത്തിൽ പറയുന്ന ആൾക്കാരുണ്ട്, ഹിന്ദിയിൽ പറയുന്ന ആൾക്കാരുണ്ട്, ഇംഗ്ലീഷിൽ പറയുന്ന ആൾക്കാരുണ്ട് നമ്മൾ കംഫർട്ട് ആകാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്താണെന്നറിയില്ല, 4-5 ദിവസം തമിഴ്നാട്ടിൽ പോയി കിടന്നുകൊണ്ടെന്ന് തോന്നുന്നു. എന്ത് പറഞ്ഞാലും റിപ്ലൈ തമിഴിലേ പോകുന്നുള്ളൂ. അങ്ങോട്ട് മറുപടി തമിഴിലേ പോകുന്നുള്ളൂ. നേരത്തെ ആള് പറഞ്ഞു ഇവിടുന്ന് റോഡിന്റെ എൻഡിൽ പിന്നെ എത്തിക്കഴിഞ്ഞാൽ 5 മിനിറ്റ് കൂടുമ്പോൾ ബസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അയാൾ 5 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. ഞാനത് 15 മിനിറ്റ് എന്നാണ് കേട്ടത്. അപ്പം ഇവിടെ ആൾ പറഞ്ഞോട് 5 മിനിറ്റാണ് സംഭവം പറഞ്ഞത്. 5 മിനിറ്റ് കൂടുമ്പോൾ ബസ് ഉണ്ടെന്നാണ് ഫീലിങ്. ആൾ 5 മാത്രം കേട്ടു. അത് വെച്ചിട്ട് കുറേ നേരം എന്നോട് ഓടിച്ചോണ്ട് നിൽക്കുക. 6 കിലോ ഉള്ളി 100 രൂപ, 5 കിലോ ഉരുളക്കിഴങ്ങ് 100 രൂപ. അങ്ങനെ അവിടുന്ന് തിരിച്ച് ബസ് കയറി ഞങ്ങൾ നേരെ വിട്ടത് KR മാർക്കറ്റിലേക്കാണ് കേട്ടോ. KR മാർക്കറ്റ് രാവിലെ മുതലേ നമുക്ക് അവിടെ പോയി കാണണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവിടെ കുറേയധികം ഫ്ലവർ മാർക്കറ്റായിട്ട്, ഫ്ലവറുകൾ വിൽക്കുന്ന മാർക്കറ്റായിട്ടാണ് KR മാർക്കറ്റ് അറിയപ്പെടുന്നത്. യൂട്യൂബിലൊക്കെ വീഡിയോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടുകൊണ്ടിരുന്നത് KR മാർക്കറ്റാണ്. അങ്ങനെ KR മാർക്കറ്റ് മൊത്തം ചുറ്റി കിടന്ന് ഒരു ഡ്രസ്സ് കട കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചുരിദാർ വാങ്ങി. അത് കഴിഞ്ഞിട്ട് അടുത്തുള്ളൊരു ജ്യൂസ് ഷോപ്പിൽ നിന്ന് ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിക്കാൻ വിചാരിച്ചു. അങ്ങനെ മാർക്കറ്റ് കൂടി നടക്കുമ്പോൾ ഒരു ബാൻഡ് സെറ്റും ബഹളമൊക്കെ കേട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഞങ്ങൾ പോയ സമയം ഗണേശ ചതുർത്ഥി കഴിഞ്ഞ ഉടനെയുള്ള സമയമായതുകൊണ്ടായിരിക്കും. അവിടെ ഏകദേശം ഏതാണ്ട് സ്ഥലങ്ങളിലൊക്കെ ഈ ഗണപതിയുടെ ബൊമ്മയും കൊണ്ടിട്ട് ഒഴുക്കാൻ പോകുന്ന ആ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗണേശ ചതുർത്ഥി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ നമ്മൾ പോയ ആ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിൽ, പച്ചക്കറി മാർക്കറ്റിൻ്റെ ഉള്ളിലും ഇതേ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ സൂപ്പർമാൻ, അതായത് ശ്രീരാഗ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഫ്രണ്ടിനെ വിളിച്ചു. ആളോട് JP നഗർ മെട്രോ സ്റ്റേഷനിലേക്ക് എത്താൻ പറഞ്ഞു. ഞങ്ങൾ നേരെ അവിടുന്ന് മെട്രോ എടുത്തിട്ട് JP നഗർ മെട്രോ സ്റ്റേഷനിലുള്ള രാമേശ്വരം കഫേയിലേക്ക് പോയി. വീഡിയോയിലൊക്കെ കണ്ട് വൈറലായിട്ടുള്ള രാമേശ്വരം കഫേയിൽ നിന്ന് ഫുഡ് കഴിക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. തിരക്കിനിടയിൽ ഓർഡർ ചെയ്ത് കാത്തിരുന്ന് അവസാനം പൊടിയിടലയും സാമ്പാർ ഇഡലിയും ഒക്കെ ഓർഡർ ചെയ്ത് നല്ല രീതിയിൽ കഴിച്ച് സൂപ്പർമാനോട് ബായും പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. ബാംഗ്ലൂരിലെ മറ്റു വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ഫ്രം RK സ്റ്റോറീസ്.